ഇതേ ഒരു പത്തിരി കൈ കിട്ടിയിട്ടുണ്ട്. ഈ പത്തിരി കണ്ടിട്ട് കറുമുറു പത്തിരിയാണോ അതോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു ഭയങ്കര റഫാണല്ലോ, എങ്ങനെ ഇതിങ്ങനെ കഴിക്കുകയെന്ന് വിചാരിച്ചു. ഗൈസ് നല്ല അടിപൊളി സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. ഈ പത്തിരിൻ്റെ പേര് എനിക്കറിയില്ല, വേണമെങ്കിൽ നമുക്കൊരു പേരിടാം. അതല്ലെങ്കിൽ ഈ പത്തിരി ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പേര് പറയണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് തന്നേക്കുന്നത് മത്തിക്കറിയാണ് കേട്ടോ. മത്തിക്കറി പൊള്ളിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഗൈസ് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മത്തിക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂളയ്ക്കൊക്കെ കൂട്ടുന്നൊരു മത്തിക്കറിയില്ലേ, ആ ഒരു കറിയാണ്, അടിപൊളി കറിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് സുഖിയൻ കഴിച്ചു, പഴംപൊരി കഴിച്ചു, പൊക്കുവട കഴിച്ചു, ചായ കഴിച്ചു, ഈ പത്തിരി ഈ കറിയും കൂടെ കഴിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്ന് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഹോട്ടൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗൈസ് എനിക്കറിയില്ല, ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല, ഞാൻ ഇതൊന്നും നോട്ട് ചെയ്തിട്ടില്ല. പത്തിരിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.